നമ്മുടെ കമ്പനി ഏതാണ്ട് 100-ൽ പരം ഉൽപ്പന്നങ്ങൾ നമുക്ക് വിപണനത്തിനായി എത്തിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 6ഓളം കാറ്റഗറികളുണ്ട്. നമുക്കറിയാം, ഈ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ആളുകൾ ചോദിക്കുന്ന ഏത് തരം ചോദ്യങ്ങൾക്കും ഉത്തരം പറയാനായിട്ട് നമ്മുടെ കമ്പനി എക്യുപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ എംപവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ഒരു സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി ബേസ് ചെയ്തിരിക്കുന്നത് ആയുർവേദത്തിലാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, പഞ്ചഭൂതങ്ങളും ഋതുദോഷങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. പഞ്ചഭൂതവും അതേപോലെ തന്നെ അലോപ്പതിയുമായിട്ടുള്ള കമ്പാരിസൺ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസുകളൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ് പലതാണ്. പക്ഷേ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് സർട്ടിഫിക്കേഷനിലാണ്. നമ്മുടെ വാല്യുബിൾ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 95-ൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള, ഇന്ന് ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നറിയപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആയുഷ് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും പ്രോപ്പറായി സെപ്പറേറ്റ് മിനിസ്ട്രിയോട് കൂടിയോ അല്ലെങ്കിൽ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കൂടെയോ വർക്ക് ചെയ്തു വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യയിൽ ആയുർവേദം, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി ഇത്രയും കാര്യങ്ങളിൽ വരുന്ന ചികിത്സാ രീതികളെ പ്രൊമോട്ട് ചെയ്യും. കേരള സർക്കാരിൻ്റെ ആശാ വർക്കേഴ്സിൻ്റെ കൈപ്പുസ്തകത്തിൽ ആയുഷ് സർട്ടിഫിക്കേഷൻ്റെ പ്രാധാന്യവും ആയുഷ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും പറയുന്നുണ്ട്. നമ്മുടെ കമ്പനിക്ക് 25-നടുത്ത് ഉൽപ്പന്നങ്ങൾക്ക് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, കേരളത്തിലെ ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് മെത്തേഡിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്ക് 2 ഉൽപ്പന്നങ്ങൾക്ക് ആയുഷ് പ്രീമിയം കിട്ടിയതിൻ്റെ പത്രത്തിലെ പരസ്യമാണ് നമ്മൾ കാണുന്നത്. അവർ എത്രത്തോളം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. 2015-ൽ വന്നിട്ടുള്ള ഒരു ന്യൂസാണ്, ഒക്ടോബർ 28 ബുധനാഴ്ച വന്നിട്ടുള്ള ഒരു ന്യൂസാണ്. ഇതിനു മുമ്പേ ഈ ഒരു ബിസിനസ് പ്ലാൻ എനിക്ക് ആദ്യമായി പ്രസൻറ്റ് ചെയ്ത എൻ്റെ സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ കമ്പനിക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങൾക്ക് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെന്ന്. ഈ ആയുർവേദത്തിൽ അധിഷ്ഠിതമായ ഉൽപ്പന്നങ്ങൾ ഇത്രത്തോളം മഹത്തരമാവാൻ, ഇത്ര വലിയ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക്, ഇപ്പോൾ ലാസ്റ്റ് എല്ലായ്പ്പോഴും നമ്മൾ ചോദിക്കുന്നതാണ്, പൈൽസിന് മാത്രമായിട്ട് ഉൽപ്പന്നങ്ങൾ വരുമോ സർ? അതടക്കമുള്ള സാധനങ്ങൾ നമ്മൾ മുമ്പിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള പാനൽ ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് സയൻറ്റിസ്റ്റ് ആണ്. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് യാതൊരു സംശയവുമില്ല ഡോക്ടർ അനന്തനാരായണൻ സർ തന്നെയാണ്. നമ്മളുടെയൊക്കെ ഏജിന് മേലെ, 50 വർഷത്തിന് മേലെ ആയുർവേദ ഫാർമ ഫീൽഡിൽ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. അതേപോലെ തന്നെ KC ഗവർണൻസറും അതേപോലെ സുരേഷ് പതങ്കറും SK ശർമ്മയും ഉൾപ്പെടെയുള്ള ആളുകൾ മാർക്കറ്റിങ്ങിൽ ലീഡ് ചെയ്യുന്നത്. മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിങ്ങിൽ വിപ്ലവകരമായ ചിന്തകൾ കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ KK രാജേഷ്, നമ്മുടെ ചീഫ് കൺസൾട്ടൻറ്റ്. അതേപോലെ തന്നെ പേറ്റന്റഡ് ആയിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ ഡയബൈവ ലൈഫ് അടക്കമുള്ള ഇതിന് പേറ്റൻസി കിട്ടിയിട്ടുള്ള ഡോക്ടർ പീറ്റർ ജോസ്ലിൻ ഇംഗ്ലണ്ടിലുള്ള സയൻറ്റിസ്റ്റാണ്. അതേപോലെ തന്നെ സതിലാൽ പാട്ടീൽ കൃഷി ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് CK സ്വാമി കുമാരസ്വാമി എന്ന് പറയുന്ന വ്യക്തി. ഇതേപോലെ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ ഒരു പാനൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നമുക്കറിയാം ആയുഷ് സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ലിസ്റ്റ് ഓഫ് ആയുഷ് സർട്ടിഫൈഡ് കമ്പനീസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പേര് നിങ്ങൾക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കില്ല. എൻ്റെ മുമ്പിൽ 2017 ഈ പ്ലാൻ പറയാൻ വന്ന വ്യക്തിയോട് ഞാൻ ചോദിച്ചത് ആദ്യം ഇതാണ്, സാറേ ആയുഷ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, ആയുഷിൻ്റെ സർട്ടിഫിക്കേഷൻ നിങ്ങളുടെ കമ്പനിയുടെ പുറകിൽ കാണുന്നുണ്ട്, അതിനന്ന് എനിക്ക് തോന്നുന്നു DP 120 രൂപ മറ്റാണ്. അപ്പോൾ ആ ഒരു ഉൽപ്പന്നത്തിൻ്റെ കോൺട്രാക്ട് മാനുഫാക്ചേഴ്സ് ഉണ്ട്. ഒരെണ്ണം മുൾട്ടാനി ഫാർമസ്യൂട്ടിക്കൽസ് ആണ്, അടുത്തത് സൂര്യ ഹെർബൽസ് ആണ്. ഈ 2 കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കാണ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. ഇവരുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ 1940 മുതൽ ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള അലോപ്പതി മെഡിസിൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്, ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള അലോപ്പതി മെഡിസിൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് മോളിക്യൂൾ സപ്ലൈ ചെയ്യുന്ന ആളുകളാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അത്തരം ആളുകൾക്കൊക്കെ ഇത് സപ്ലൈ ചെയ്യാൻ മാത്രം കപ്പാസിറ്റി ഉള്ള ഇന്ത്യയിൽ തന്നെ പയനിയേഴ്സും ജയൻസുമായിട്ടുള്ള മാനുഫാക്ചേഴ്സിനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ കമ്പനി ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞ പാനൽ ഓഫ് ഡോക്ടേഴ്സിൻ്റെയും സയൻറ്റിസ്റ്റിൻ്റെയും ബാക്കപ്പും കപ്പാസിറ്റിയും എക്സ്പീരിയൻസും അതേപോലെ തന്നെ ഇത്തരം കമ്പനികളുമായിട്ടുള്ള ടൈഅപ്പുമാണ് കഴിഞ്ഞ
2020 ശേഷം 2019 ശേഷം കൊണ്ടുള്ള കൺസിക്യൂട്ടീവ് ഇയേഴ്സിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല വെൽനസ് ബ്രാൻഡായിട്ട് നമ്മുടെ ഉൽപ്പന്നത്തിന് മാറാൻ സാധിച്ചിട്ടുള്ളത്. എലമെന്റ്സിന് എന്ന് പറയുന്ന ബ്രാൻഡിന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? 2024 അടക്കം ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉൽപ്പന്നങ്ങൾക്ക് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആയുർവേദവുമായി ബന്ധപ്പെട്ട പരമോന്നത ഗുണനിലവാര സൂചികയായിട്ടുള്ള ആയുഷ് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഉൽപ്പന്നങ്ങളുടെ കുറച്ച് പ്രത്യേകതകളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ജനറൽ ഫാക്ട്സ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ യൂസേജ് ഓഫ് ദിസ് പ്രോഡക്ട്സ്. ഒന്ന്, എലമെന്റ്സ് വെൽനസ് പ്രോഡക്റ്റുകളൊക്കെ തന്നെ, എലമെന്റ്സ് വെൽനസ് പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ ഓൺ ആൻഡ് ഓൺ ഉൽപ്പന്നങ്ങൾ അടക്കമുള്ളതൊക്കെ തന്നെ 100% വെജിറ്റേറിയൻ ആണ്. യാതൊരു തരത്തിലുള്ള മൃഗക്കൊഴുപ്പുകളോ മറ്റു കാര്യങ്ങളോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്നില്ല. രണ്ടാമത്, ആയുർവേദിക് പ്രൊപ്രൈറ്ററി മെഡിസിൻ ആണ്. പല സമയങ്ങളിലും നമ്മളോട് ചോദിക്കുന്നതാണ്, നമ്മളെ ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ആളുകൾ പലപ്പോഴും വീട്ടമ്മമാരായിരിക്കാം, അതേപോലെ തന്നെ ടൈലറിംഗ് മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുണ്ട്, നേരത്തെ വേറെ ഏതെങ്കിലുമൊക്കെ കടയിൽ വർക്ക് ചെയ്യുക മറ്റു കാര്യങ്ങൾ ചെയ്തിരുന്ന ആളുകളുണ്ട്. പറഞ്ഞു വന്നത് ആയുർവേദിക് പ്രൊപ്രൈറ്ററി മെഡിസിൻ എന്താണെന്നുള്ളതാണ്. പ്രൊപ്രൈറ്ററി മെഡിസിൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഡോക്ടേഴ്സിന്റെ കുറിപ്പടി ആവശ്യമില്ലാത്ത ഉൽപ്പന്നങ്ങളാണ്. നമ്മൾ ഇന്ന് മാർക്കറ്റിൽ കഴിക്കുന്ന ബൂസ്റ്റ്, ബോൺവിറ്റ, ഹോർലിക്സ്, അതേപോലെ തന്നെ അമൃതാഞ്ജൻ, പിന്നെ നമ്മുടെ കൃഷ്ണ തുളസി കഫ് സിറപ്പ് അടക്കമുള്ള സാധനങ്ങളൊക്കെ തന്നെ ഡോക്ടേഴ്സിന് കുറിപ്പടി ആവശ്യമില്ലാത്ത ഹെൽത്ത് കെയർ ഉൽപ്പന്നങ്ങൾ എന്ന് തന്നെ പറയാവുന്ന കാറ്റഗറിയിൽപ്പെട്ടതാണ്. അപ്പോൾ നമ്മളിത് പ്രൊപ്രൈറ്ററി മെഡിസിൻ കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ 100% നേച്ചുറൽ ആക്റ്റീവ്സ് ആണ് നമ്മുടെ കോമ്പൗണ്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. ഹെവി മെറ്റൽസിൻ്റെയോ ശരീരത്തിന് ഹാനികരമായ കെമിക്കൽസോ ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. പിന്നെ എല്ലാ മെറ്റീരിയൽസും പ്രോഡക്റ്റും API, ആയുർവേദ ഫാർമക്കോപ്പി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആയുർവേദിക് ഫാർമക്കോപ്പി ഓഫ് ഇന്ത്യ, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അലോപ്പതി മെഡിസിനിൽ ഉള്ള പോലെ തന്നെ ഇതിൻ്റെ ഒരു റെഗുലേറ്ററി അതോറിറ്റിയാണ് API എന്ന് പറയുന്നത്. APIൻ്റെ നോംസ് അനുസരിച്ച് മാത്രമാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഓരോരോ ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന കണ്ടൻസിനും കൃത്യമായ എന്ന് നമ്മുടെ പാക്കിങ്ങിന്റെ മുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കൃത്യമായി ഉൽപ്പന്നം പറയുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. ഓരോരോ ഉൽപ്പന്നങ്ങളുടെയും ഏത് ഭാഗമാണ്, ലീഫാണോ, സ്റ്റെമ്മാണോ, ഫ്രൂട്ടാണോ, ഇനി റൂട്ടാണോ, വേരാണോ, തടിയാണോ, അതേപോലെ തന്നെ ഉണക്കിയിട്ടാണോ അല്ലാതെയാണോ എന്ന് പറഞ്ഞിട്ട് എന്താണ് ക്ലിയർ കോമ്പിനേഷൻ എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ടുള്ള സൗകര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഓരോരോ ഹെർബിന്റെയും സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുമുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. പലപ്പോഴും നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്, സാറേ ഇത് ഗുണം കിട്ടിയിട്ടില്ലെങ്കിലും ദോഷം ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അത് തമാശയാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും ഒരു അലോപ്പതി മെഡിസിൻ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ?